8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 4th ചാപ്റ്ററായ മെറ്റൽസ് ലോഹങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 ഭാഗവും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് പഠിച്ചു. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെ? മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ എന്തോന്നാണ്? മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ, എയറുമായിട്ടുള്ള റിയാക്ഷൻ, വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത്. ഇനി അടുത്തത് കൊറോഷൻ ഓഫ് മെറ്റൽസ്, ലോകനാശനം നോക്കാം. അയൺ ഈസ് എ മെറ്റൽ യൂസ്ഡ് extensively in our daily life. Do the articles made of iron undergo any change over a period of time? എന്താണ് ലോകനാശനം? കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ലോകനാശനം. നമ്മൾ നിത്യജീവിതത്തിൽ ഏറെ ഉപയോഗിക്കുന്ന ഒരു ലോകമാണ് ഏത്? ഇരുമ്പ്. നമുക്ക് ചുറ്റുമുള്ള ഇരുമ്പ് വസ്തുക്കൾക്ക് കാലപ്പഴക്കം കൊണ്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ ചുറ്റുമുള്ളത് ഉണ്ട് ഇല്ലേ? കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് എന്തോന്നാണ്? ഇരുമ്പ് വസ്തുക്കൾ പുറത്ത് കിടന്നാൽ അതെന്തോന്ന് ചെയ്യും? തുരുമ്പിച്ചിരിക്കും ഇല്ലേ? ഈസ് ഇറ്റ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ബ്യൂട്ടിഫിക്കേഷൻ ദാറ്റ് വി പെയിൻറ്റ് ദ അയൺ ബാർസ് ഓഫ് വിൻഡോസ് ഇൻ അവർ ഹൗസസ്? നിങ്ങളുടെ വീട്ടിലെ ഇരുമ്പ് ജനാല കമ്പികൾക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമാണോ അവയിൽ പെയിന്റ് അടിക്കുന്നത്? ഇരുമ്പുള്ള വസ്തുക്കളിലൊക്കെ നമ്മൾ പെയിന്റ് അടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്? അല്ല. എന്താണ്? ഇരുമ്പിൻ്റെ നാശനം ഫലപ്രദമായി തടയാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇരുമ്പ് കമ്പികളിലെല്ലാം പെയിന്റ് ചെയ്യുന്നത് അല്ലേ? വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് വി ഡു നോട്ട് ഡു സോ? ഇപ്രകാരം ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്ത് സംഭവിക്കും? ഇഫ് ഡു നോട്ട് പെയിന്റ് ദ വിൻഡോ ബാർസ് ഇറ്റ് വിൽ റിയാക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം iron oxide, which in turn combines with water vapor in the air. The hydrated iron oxide thus formed is called rust. അതായത് ഇരുമ്പ് എന്തോന്നാണ് ചെയ്യുന്നത്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ തുരുമ്പിക്കും. ഡയറക്റ്റ് ആയിട്ട് അന്തരീക്ഷ വായുവുമായിട്ട് റിയാക്ട് ചെയ്ത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അയൺ ഓക്സൈഡ് ആയിട്ട് മാറും. അതാണ് അതിൻ്റെ പുറത്തൊരു തുരുമ്പിക്കുന്നത് പോലെയുള്ള കാണുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പവുമായിട്ടും ഇത് പ്രവർത്തിക്കും. അപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അന്തരീക്ഷ വായുവിൽ ഈർപ്പത്തിൻ്റെ അംശമുണ്ട്. ഈ ഈർപ്പവുമായി പെയിന്റ് അടിക്കാത്ത ജനാല കമ്പികൾ പ്രവർത്തിച്ച് തുരുമ്പിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ തുരുമ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഇരുമ്പുള്ള സാധനങ്ങളിലെല്ലാം പെയിന്റ് അടിക്കുന്നത്. ഓക്കെ, ഡു യു നോ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ യൂസിങ് ഓഫ് അയൺ? ഷാൽ വി ഡു എ പ്രോജക്റ്റ്? ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. ഏതൊക്കെയാണ്? അന്തരീക്ഷ വായുവും പിന്നെ ഈർപ്പവും, വാട്ടർ വേപ്പറും. ഏതൊക്കെ? അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് ഓക്സിജനും വാട്ടർ വേപ്പറും കൂടെ റിയാക്ട് ചെയ്യുന്നു. അതാണ് ഇരുമ്പിനെ തുരുമ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊരു പ്രവർത്തനത്തിലൂടെ നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്: ക്ലീൻ ആൻഡ് ഡ്രൈ ടെസ്റ്റ് ട്യൂബ് 4 numbers, rust free and clean iron nails 4 numbers, quick lime 10 gram, sodium chloride solution 25 ml, dilute hydrochloric acid or vinegar 25 ml, cork 1. അപ്പോൾ എന്തൊക്കെ വേണം ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? വൃത്തിയുള്ളതും ഈർപ്പരഹിതവുമായ ടെസ്റ്റ് ട്യൂബ് 4 എണ്ണം, തുരുമ്പെടുത്തിട്ടില്ലാത്ത വൃത്തിയുള്ള ഇരുമ്പാണികൾ 4 എണ്ണം, നീറ്റ് കക്ക 10 ഗ്രാം, സോഡിയം ക്ലോറൈഡ് ലായനി 25 ml, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ വിനാഗിരി 25 ml, കോക്ക് 1. നോക്കാം എന്താണ് പ്രവർത്തന രീതി നോക്കുക. പ്രൊസീജിയർ: പുട്ട് ദ അയൺ നെയിൽസ് ഓൺ ഈച്ച് ഇൻ ദ 4 ടെസ്റ്റ് ട്യൂബ്സ്. 4 ടെസ്റ്റ് ട്യൂബുകളിൽ ഓരോ ഇരുമ്പാണി വീതം ഇടുക. കണ്ട, ഇവിടുത്തെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? 4 ടെസ്റ്റ് ട്യൂബ് എടുത്തിരിക്കുകയാണ്. 4 ടെസ്റ്റ് ട്യൂബുകളിലും ഓരോ ഇരുമ്പാണി വീതം ഇട്ടിരിക്കുന്നത്. കണ്ടല്ലോ?
എന്നിട്ട് എന്താണ് പറയാൻ, ഡ്രോപ്പ് എ സ്മാൾ പീസ് ഓഫ് മോയിസ്റ്റ് കോട്ടൺ ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ആൻഡ് കീപ് ഇറ്റ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയറിക് എയർ. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നനഞ്ഞ പഞ്ഞി ഇട്ട ശേഷം അന്തരീക്ഷ വായുവിൽ തുറന്നു സൂക്ഷിക്കുക. ഒന്നാമത്തേൽ നനഞ്ഞ പഞ്ഞി ഇടുക, എന്നിട്ട് അത് തുറന്നു വെക്കുക. ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് പുട്ട് സം ക്വിക്ക് ലൈം ആൻഡ് കീപ് ഇറ്റ് ക്ലോസ്ഡ്. ക്വിക്ക് ലൈം ക്യാൻ ബി അബ്സോർബ് മോയ്സ്ചർ. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്തോന്നാണ്, ഇരുമ്പാണിക്കൊപ്പം നീറ്റ് കക്കയിട്ട് അടച്ച് സൂക്ഷിക്കുക. നീറ്റ് കക്കയ്ക്ക് ഈർപ്പം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അടുത്ത, ഇൻ ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് pour some sodium chloride solution such that half of the nail stays immersed in it. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കത്തക്ക വിധം സോഡിയം ക്ലോറൈഡ് ലായനി ഒഴിച്ച് സൂക്ഷിക്കുക. അടുത്ത നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ് പറയുന്നത്, ഇൻ ദ ഫോർത്ത് ടെസ്റ്റ് ട്യൂബ് പ്യൂർ സം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ വിനെഗർ ഇൻ എംഎസ് ഹാഫ് ഓഫ് ദ നെയിൽ. നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കടക്കത്തക്ക വിധം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ വിനാഗിരി ഒഴിച്ചു സൂക്ഷിക്കുക. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ടു ദ അയൺ നെയിൽസ് ആഫ്റ്റർ 1 വീക്ക്. ഒരാഴ്ചയോളം ടെസ്റ്റ് ട്യൂബുകൾ സൂക്ഷിച്ചതിന് ശേഷം ഇരുമ്പാണികൾക്കുണ്ടായ മാറ്റം നിരീക്ഷിക്കാനാണ്. അപ്പോൾ ഇരുമ്പാണികൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് നോക്കാം. എന്ത് മാറ്റമാണ് ഇരുമ്പാണികൾക്കുണ്ടായെന്ന്. എന്താണ്, ദ അയൺ nails immersed in the test tube filled with sodium chloride solution and acid are the ones that became most rusted. The iron nail exposed to air rusted only to some extent, but the iron nails are placed in the test tube with quick lime do not undergo any change. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ലായനിയിലും ആസിഡിലും ഇട്ടുവച്ച ആണികളും വായുവിൽ തുറന്നു വെച്ച ഇരുമ്പാണിയുമാണ് തുരുമ്പിച്ചത്. ഇതിൽ തന്നെ സോഡിയം ക്ലോറൈഡ് ലായനിയിലും ആസിഡിലും ഇട്ടുവച്ച ഇരുമ്പാണികളും നന്നായി തുരുമ്പിച്ചു. എന്നാൽ വായുവിൽ തുറന്നു വെച്ച ഇരുമ്പാണി ചെറിയ തോതിലേ തുരുമ്പിച്ചത്. ഈ 4 ടെസ്റ്റുകളിൽ നീറ്റ് കക്ക എടുത്ത ടെസ്റ്റ് ട്യൂബിലെ ആണിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. അപ്പോൾ ക്വിക്ക് ലൈമിലുള്ള ആണിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ടെസ്റ്റ് ട്യൂബ് ഹാഡ് ദെയർ നെയിൽസ് റസ്റ്റഡ്? ഏതൊക്കെ ടെസ്റ്റ് ട്യൂബിലെ ആണികളാണ് തുരുമ്പിച്ചത്? ഏതൊക്കെ ടെസ്റ്റ് ട്യൂബിലെ ആണികളാണ് തുരുമ്പിച്ചത്? ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ് ലായനിയിലും ആസിഡിലും ഇട്ടുവച്ച ആണികളും വായുവിൽ തുറന്നു വെച്ച ഇരുമ്പാണിയും. 3 എണ്ണത്തിൽ സോഡിയം ക്ലോറൈഡ് ലായനിയിലും ആസിഡ് ഇട്ടുവച്ച ആണിയും വായുവിൽ തുറന്നു വെച്ച ഇരുമ്പാണിയുമാണ് തുരുമ്പിച്ചത്. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തോന്നാണ്, വിച്ച് ടെസ്റ്റ് ട്യൂബ് ഹാഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് റസ്റ്റ് ഇൻ ദ അയൺ നെയിൽസ് കെപ്റ്റ് ഇൻ ദം? ഏറ്റവും അധികം തുരുമ്പുണ്ടായത് ഏതൊക്കെ ടെസ്റ്റ് ട്യൂബുകളിലാണ്? പറഞ്ഞല്ലോ ഏതൊക്കെയാണെന്ന്. 3 എണ്ണത്തിലാണ് ഉണ്ടായത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ കൊറോഷൻ ഓഫ് ആൻ അയൺ ആർട്ടിക്കിൾസ് കെപ്റ്റ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷ വായുവിൽ തുറന്നു വച്ചിരിക്കുന്ന ഇരുമ്പ് വസ്തു തുരുപ്പിക്കുന്നതിന് പ്രേരകമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷ വായുവും പിന്നെന്തുവാണ്, നീരാവി അല്ല ഈർപ്പവും കൂടെ ചേർന്നിട്ടാണ് കൂടുതലായിട്ട് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഏത് ടെസ്റ്റ് ട്യൂബിലെ ഇരുമ്പാണിയാണ് തുരുമ്പിക്കാത്തത്? ഇതിന് കാരണം എന്ത്? ഏത് ടെസ്റ്റ് ട്യൂബിലെ ഇരുമ്പാണിയാണ് തുരുമ്പിക്കാത്തത്? വായുവിൽ തുറന്നു വെച്ച ഇരുമ്പാണി ചെറിയ തോതിലാണ് തുരുമ്പിച്ചത്. എന്നാൽ നീറ്റ് കക്ക എടുത്ത് ടെസ്റ്റ് ട്യൂബിലെ ആണിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ്? അത് അതിൻ്റെ മുകൾ ഭാഗം അടച്ചു വെച്ചിരുന്നു അല്ലേ, അത് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് തുരുമ്പിക്കാത്തത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത് അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അത് നമുക്കറിയാലോ, നമ്മൾ പറഞ്ഞായിരുന്നു. അയൺ ഗ്യാസ് റസ്റ്റഡ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻടു എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ദ ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷ വായുവിലെ ഓക്സിജനും ജലാംശം എന്നിവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്.
ഞാൻ അടുത്ത 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വൈ ഡു യു തിങ്ക് ദ അയൺ വിൻഡോ ബാർസ് ഇൻ ഹൗസ് ക്ലോസ് ടു ദ സീഷോർ കൊറോഡ് ഫാസ്റ്റർ? കടൽ തീര പ്രദേശങ്ങളിലെ ഇരുമ്പ് ജനാലക്കമ്പികൾ വേഗത്തിൽ തുരുമ്പിക്കുന്നു. കാരണം എന്തായിരിക്കും? എന്താണ് കാരണം? The moisture present in atmosphere would be more on a seashore. Salt may have dissolved in this humidity. It quickens the process of rusting. എന്താണ്? കടൽ പ്രദേശങ്ങളിലെ ഇരുമ്പ് ജനൽ കമ്പികൾ വേഗത്തിൽ തുരുമ്പിക്കുന്ന കാരണം എന്തായിരിക്കും? എന്താണ്? കടൽ തീരത്തെ വായുവിൽ ഈർപ്പം കൂടുതലായിരിക്കും. ഈ ഈർപ്പത്തിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ടാകും. അത് തുരുമ്പിക്കലിന്റെ വേഗത ത്വരിതപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കമ്പികളും മറ്റും വേഗത്തിൽ തുരുമ്പിക്കുന്നത്. കടൽ തീരത്തെന്ന് പറയുമ്പോഴത്തേക്ക് അന്തരീക്ഷ വായുവിൽ ജലാംശം കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ അതിലെന്തോന്നാണ്, ഉപ്പിന്റെ അംശവും ഉണ്ടാവും. അത് പെട്ടെന്ന് തുരുമ്പിക്കാൻ കാരണമായി മാറുന്നു. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സ്റ്റോർഡ് ഇൻ കെറോസിൻ. വൈ? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? എന്താണ് കാരണം? സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ ഹൈലി റിയാക്റ്റീവ്. They react with air and change to the oxide, then hydroxide and finally carbonate. It will cause the corrosion of metals, so sodium and potassium are always kept under corrosion. എന്താണ് കാരണം? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിന് കാരണം എന്താണ്? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ക്രിയാശീലത ഏറിയവയാണ്. റിയാക്റ്റീവാണ്, ക്രിയാശീലത ഏറിയവയാണ്. അവ വായുവുമായി പ്രവർത്തിച്ച് അതിൻ്റെ ഓക്സൈഡും പിന്നീട് ഹൈഡ്രോക്സൈഡും ആയിട്ട് മാറുന്നു. ഓക്കെ, ആദ്യം ഓക്സൈഡ് പിന്നെ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Iron and a number of other metals react with different components of air and form new products. This process is known as corrosion of metals. അപ്പോൾ എന്താണ് corrosion of metals എന്ന് പറയുന്നത്? ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി പ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയ്ക്കാണ് ലോഹനാശനമെന്ന് പറയുന്നത്. എന്താണ്? ഇരുമ്പും മറ്റു ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി പ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു. അതിനെയാണ് കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്, ലോഹനാശനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അയൺ ആൻഡ് എ നമ്പർ ഓഫ് ദ other metals react with the different components of air and form new products. This process is known as corrosion of metals. Okay. Are there metals which are resistant to corrosion? Which are they? What are their uses? Prepare note on this. ലോകനാശനം സംഭവിക്കാത്ത ലോഹങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ? അവ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. വാട്ട് പോസിബിൾ സ്റ്റെപ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു പ്രിവെന്റ് ദ റസ്റ്റിംഗ് ഓഫ് അയൺ? ഇരുമ്പിന്റെ നാശനം തടയാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം? അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. മെറ്റൽസ് ലോകനാശനം സംഭവിക്കാത്ത ലോഹങ്ങളുണ്ടോ? അത് ഏതൊക്കെയാണെന്ന്. സം മെറ്റൽസ് വിത്ത് ആർ റെസിസ്റ്റന്റ് ടു കൊറോഷൻ. ദേ ആർ ഗോൾഡ്, സിൽവർ ആൻഡ് പ്ലാറ്റിനം. Gold, silver and platinum. They does not react with air and does not lose their properties. Like നോക്ക്, ലോകനാശനം സംഭവിക്കാത്ത ലോഹങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? എന്തിനെല്ലാം ഉപയോഗിക്കുന്നതാണ്? ലോകനാശനം സംഭവിക്കാത്ത ലോഹങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ്? പ്ലാറ്റിനം, സ്വർണം എന്നിവ ഇതിനു ഉദാഹരണം. സിൽവറും ഉണ്ട്. പ്ലാറ്റിനം, സ്വർണം, വെള്ളി ഇവ വായുവുമായി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അവയുടെ നിറം മങ്ങുന്നില്ല. സ്വർണം, പ്ലാറ്റിനം എന്നിവയുടെ തിളക്കം ആഭരണങ്ങൾ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. നാശനം സംഭവിക്കാത്ത ലോഹങ്ങൾ ഏതൊക്കെയാണ്? പ്ലാറ്റിനം, സ്വർണം, വെള്ളി. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം. ഓക്കെ, ഇവയുടെ തിളക്കം നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവ ആഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ?
അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ. വാട്ട് പോസിബിൾ സ്റ്റെപ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു പ്രിവെന്റ് ദ റസ്റ്റിംഗ് ഓഫ് അയൺ? ഇരുമ്പിന്റെ ലോകനാശനം തടയാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കുന്നു? എന്തൊക്കെയാണ്? പെയിന്റിംഗ്, അപ്ലൈയിങ് ഗ്രീസ് ഓൺ മെഷീൻ പാർട്ട്, പ്രൊവൈഡിങ് മെറ്റൽ കവറിങ്, അലോയിങ്. പെയിന്റിങ് അടിക്കുന്നു, പിന്നെ എന്തോന്നാണ്, യന്ത്രഭാഗങ്ങളിലാണെങ്കിൽ ഗ്രീസ് ഇടുന്നു, ലോകസങ്കരങ്ങളാക്കി മാറ്റുന്നു. അലോയിങ് മാറ്റുകയാണ്. നോക്കാം അടുത്ത. ഇരുമ്പിന്റെ നാശനം. അയൺ, corrosion of iron. Iron gets rusted due to the reaction with the oxygen and moisture present in the atmosphere. The presence of salt and acid increase the rate of corrosion. That is why the window bars is house close to the seashore corrode faster. There are metals other than iron that undergo corrosion. Corrosive metals can be protected by painting, electroplating, etc. Gold and platinum are non-corrosive metals. അപ്പോൾ ഇരുമ്പിൻ്റെ നാശനത്തെക്കുറിച്ചാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജനും ജലബാഷ്പവുമായി പ്രവർത്തിച്ച് ഇരുമ്പ് തുരുമ്പിച്ച് അതിൻ്റെ നാശനം സംഭവിക്കുന്നു. ലവണങ്ങളുടെയും ആസിഡിൻ്റെയും സാന്നിധ്യം ഇരുമ്പിൻ്റെ നാശന നിരക്ക് വർദ്ധിക്കുന്നു. അതിനാലാണ് കടൽ പ്രദേശങ്ങളിലെ വീടുകളിലെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ജനലഴികൾ വേഗത്തിൽ നശിക്കുന്നത്. ഇരുമ്പിനെ കൂടാതെ മറ്റു പല ലോഹങ്ങളും നാശനത്തിന് വിധേയമാകുന്നുണ്ട്. ഇത്തരത്തിൽ നാശനം സംഭവിക്കുന്ന ലോഹങ്ങളിൽ പെയിന്റ് ചെയ്യുകയോ വൈദ്യുത ലേപനത്തിലൂടെയോ അവയെ നാശനത്തിൽ നിന്ന് സംരക്ഷിക്കാവുന്നതാണ്. അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനത്തിലൂടെ നാശനം സംഭവിക്കാത്ത ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊറോഷൻ ഓഫ് അയൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതോടെ ഈ ഒരു ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെറ്റസസുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.